उंगलियां संभल के रखना, खोलना जब तू खिड़कियां ये। रोकूंगा मैं कैसे, भूलेगी जब तू हिंदी गिनतियां रे। जग जग के ढूंढा करूं तुझको मेरी रातों में, हंस हंस के आंसू का आना तेरी आंखों में। थक करके सर को छुपाना वो मेरी बाहों में। दुनिया दुनिया कैसी ये जिनमें है दिन भी लगे जैसे साल है। दुनिया दुनिया मेरी तू मेरी है, रखना तो अपना ख्याल में। सुनाने फिर से अपने सारे सारे दिन की दास्तां। जग जग के ढूंढा करूं तुझको मेरी रातों में, यूं ही उलझाता फिरूं खुद को तेरी यादों में। कटते हैं दिन भी सभी रात तेरे ख्वाबों में। दुनिया दुनिया कैसी ये जिनमें है दिन भी लगे जैसे साल है। പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളെല്ലാം അതിവിനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനേകനായിട്ടും നന്നല്ല, അവനെ പോലെ ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുൾ ചെയ്തുകൊണ്ട് ആദ്യത്തെ സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹത്തിലാകാൻ പോകുന്ന ഞങ്ങളുടെ വരനെയും വധുവിനെ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിനെ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മാറിയ ഔസേപ്പേ, ദേവമാതാവായ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ.
കാരുണ്യമേ, ഓ സ്നേഹപാരമ്യമേ, എന്നുള്ളിൽ നീ വന്നിടണേ, അലിവുള്ള എൻ ദൈവമേ, എന്നുള്ളിൽ നീ വന്നിടണേ, അലിവുള്ള എൻ ദൈവമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹപാരമ്യമേ. യോഗ്യതയില്ലെന്നിൽ നാഥ, നീ എന്നുള്ളിൽ വന്നിടുവാനായി, ഹൃദയങ്ങൾ തേടുന്ന ദേവാ, എൻ്റെ ഹൃദയം നിനക്കായി നേകാം. ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നമുക്ക് പ്രിയപ്പെട്ട ലോകന്റെയും ദിവ്യയുടെയും വിവാഹ കർമ്മത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് നാം എല്ലാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വിവാഹമെന്നാകുന്ന വിശുദ്ധ കുർബാനയോടൊപ്പമാണ് പരികർമ്മം ചെയ്യപ്പെടുക. അതുകൊണ്ട് വിശുദ്ധ കുർബാന തീരുന്ന സമയം വരെ ദേവാലയത്തിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുക. മൂന്നാമത്, ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫേഴ്സ് ഒരു സ്ഥലത്ത് എല്ലാ സ്ഥലത്തും എടുക്കേണ്ടതില്ല. ഈ സൈഡ് മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ഇവിടെ മാത്രം നിന്ന് എടുത്താൽ മതിയാവും.
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാണ് ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിൽ രൂപധർമ്മത്തെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ ഉദാസ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ നിങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ശ്രദ്ധിച്ചുകൊടുക്കുക. ജലത്തെ പിതൃഗൃഹത്തെ നീ മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകരമടവാടിയായ സഭയെ നീ സന്തോഷിക്കുക. ഇത്തരാദേവന്റെ സ്നേഹപോലും നിന്നെ അതിന്റെ മടവാടിയായി തെരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മകൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. എന്നാൽ ഹൃദയതർക്ക് ആസ്വദിക്കാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് സകല സൗഭാഗ്യങ്ങളും നന്മകളും അടിച്ചുപൊളിക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെ നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരം ഇറക്കിയുള്ള നമുക്ക്
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിന് ഗ്രഹിക്കുന്ന ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴിയാൽ മത്സരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യദാനുഗ്രഹത്താൽ നിങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ വിവാഹം നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവരുടെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൾ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവരെന്ന് അവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോമോനും ദിവ്യയും വിവാഹം എന്ന ഉദാസ സ്വീകരിച്ചുകൊണ്ട് തിരുസഭയിൽ ഒരു പുതിയ കുടുംബത്തിന് രൂപം നൽകുന്ന മഹനീയ കർമ്മത്തിൽ നമ്മളെല്ലാം പങ്കുചേരുകയാണ്. കുടിയിരിക്കുന്ന എല്ലാവരുടെയും പേരില് ജോമോനും ദിവ്യയ്ക്കും പുതിയ ജീവിതത്തിലേക്ക് എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ആശംസിക്കുകയാണ്. പ്രസിദ്ധ സുവിശേഷ പ്രഘോഷകരായ ബിഷപ്പ് ഫുൾട്ടൻ ജേഷിന്റെ വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് ത്രിപികറ്റ് മാരിയൻ. അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
വിവാഹം എന്ന് പറയുന്നത് 3 പേർ തമ്മിലുള്ള ബന്ധമാണ്. 3 to get married, 3 പേർ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഭർത്താവും ഭാര്യയും കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നടത്തുന്ന ജീവിതമാണ് കുടുംബ ജീവിതം. അതുകൊണ്ട് കർത്താവിനെ കൂടാതെ നിങ്ങൾ എത്രമാത്രം അധ്വാനിച്ചാലും അത് നിലനിൽക്കുകയില്ല, വിജയം വരിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവും ബോധ്യവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. കർത്താവിനെ കൂടാതെ അധ്വാനിച്ചാൽ നമുക്കൊന്നും നേടാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഉത്ഥാനത്തിന് ശേഷം ഈശോയുടെ ഏതാനും അപ്പസ്തോലന്മാര് പഴയ ജോലിയിലേക്ക് മീൻപിടിക്കാനായിട്ട് പോവുകയാണ്. ഗലീലി കടലിന്റെ ഓളവും പരപ്പും ആഴവും ഒക്കെ അറിയുന്ന വലിയ മുക്കുവനായ പത്രോസ് അടക്കമുള്ള അപ്പസ്തോലന്മാർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. പ്രഭാതമായപ്പോൾ കടൽക്കരയിൽ ഈശോ നിന്ന് അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്: കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ? ഒന്നും കിട്ടിയില്ല. നിരാശയോടെ പറഞ്ഞവരോട് കർത്താവ് പറഞ്ഞു, വള്ളത്തിന്റെ വലതുവശത്ത് വലയിറക്കുക. അവർ വലയിറക്കിയപ്പോൾ 153 വലിയ മത്സ്യങ്ങൾ കൊണ്ട് വല നിറഞ്ഞു. അപ്പോൾ ദൈവത്തെ കൂടാതെ, കർത്താവിനെ കൂടാതെ നാം അധ്വാനിച്ചാൽ ഒന്നും ലഭിക്കുകയില്ല. കർത്താവിനോട് ചേർന്ന് നാം അധ്വാനിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് നിസ്തർക്കമായിട്ട്. സഭയുടെ അടിസ്ഥാന ഘടകം അത് കുടുംബമാണ്. 2ാം വത്തിക്കാൻ കൗൺസിലിൽ വിവാഹ ജീവിതത്തെ വിശേഷിപ്പിക്കുന്നത് ധാർമ്മിക സഭ എന്നാണ്. അതായത് സഭയുടെ ഒരു കൊച്ചുപതിപ്പാണ് ഓരോ കുടുംബവും. അപ്പോൾ സഭയിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ഒരു കുടുംബത്തിൽ ഉണ്ടാകണം എന്ന് തിരുസഭ മാതാവ് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പ് എന്ന നിലയിൽ തീർച്ചയായും ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളെ ഈ കുടുംബജീവിതത്തിലേക്ക് വിളിച്ച ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഭാര്യയും ഭർത്താവും അവർ തമ്മിലുള്ള ബന്ധത്തെ വിശേഷിപ്പിക്കുന്നത് ക്രിസ്തുവും ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയെ കുറിച്ചുള്ള ബന്ധത്തെ കുറിച്ചാണ്. ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു സഭയാകുന്ന ശരീരത്തിലെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ശിരസ്സിന് തന്നെ നിലനിൽപ്പില്ല. ശിരസ് ഇല്ലാതെ ശരീരത്തിന് തന്നെ നിലനിൽപ്പില്ല. അപ്പൊ അതുകൊണ്ട് ഭർത്താവും ഭാര്യയും പരസ്പരം പൂരകങ്ങളായിക്കൊണ്ട് സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നു ചേർന്ന് ജീവിക്കുമ്പോഴാണ് ക്രിസ്തുവും ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയെ തമ്മിലുള്ള ആ ഗാഠ ബന്ധത്തിലേക്ക് ഭാര്യാഭർത്താക്കന്മാർക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുക. വിവാഹത്തിന്റെ കർമ്മത്തിനിടയിലുള്ള എല്ലാ കാര്യങ്ങളും അത് തന്നെയാണ് സൂചിപ്പിക്കുക. പരസ്പരം മോതിരങ്ങൾ അണിയിക്കുന്നതിലൂടെ ഹൃദയങ്ങൾ കൈമാറുന്ന, പരസ്പരം ഹൃദയങ്ങൾ അറിയുന്ന, ഹൃദയത്തിന്റെ വികാരങ്ങളും ഒക്കെ അറിയുന്നവരായി മാറുകയാണ്. നമുക്ക് വിവാഹ മോതിരം അണിയുന്നത് ചെറുവിരലിലാണ്, 2ാമത്തെ വിരലിലാണ്. അതേക്കുറിച്ച് പറയുക, ഹൃദയത്തിലേക്ക് എത്തുന്ന ഒരു സിര അവിടെയുണ്ട് എന്നുള്ളതാണ്. അതായത് ജീവിതപങ്കാളിയെ ഹൃദയത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ഇത് മുതൽ ക്രിസ്തു തന്റെ മണവാട്ടിയായ സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാനും അംഗീകരിക്കാനുമുള്ള വലിയ ഉത്തരവാദിത്വത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. ബന്ധങ്ങളൊക്കെ ശിഥിലമായി കൊണ്ടിരിക്കുന്നു. വിവാഹ ജീവിതങ്ങൾ, വിവാഹത്തിനെടുത്ത ഇന്ന് മുതൽ മരണം വരെയാണ്. ചിലപ്പോഴൊക്കെ പകരം വരെ ആവുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് വിവാഹ ജീവിതം വലിയ ശൈഥില്യങ്ങൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളെ വിളിച്ച ദൈവത്തോട് വിശ്വസ്തത വളർത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നുള്ള തിരിച്ചറിവും ബോധ്യവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ.
ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിവരോടത്തെയും മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ ഞങ്ങളെ ഇവരെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആദിയിൽ പുരുഷജീവ സഖ്യദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലന ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാണ് ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ ഉദാശ യോഗ്യതയോടെ പരികരം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടെ നമ്മെ ഇതിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടെ ജോസഫിനെ ഇതിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഇവരുടെ അടയാളമായി പരസ്പരം പലതരം ചേർത്ത് പിടിക്കും. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിനേക്കത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ എത്തിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നയിക്കും. പുരുഷന്മാരുടെ തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യതീയമായ താലി അഭേദമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തരുടെ ബന്ധിയുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും എന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിന് മുദ്രിതമായിരിക്കും പുരുഷന്മാർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുശ്വരവസ്തുതാൽ മനുഷ്യാത്മാവിനെ കാരണവാനായ കർത്താവേ, ഈ മന്ത്രത്തോടെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയിൽ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ
ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താൽ പരിശുദ്ധാത്മാവരങ്ങളാൽ നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായോട് നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് കരുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ അസ്വസ്ഥതയും അവിടെ നിങ്ങൾ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന അവരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. Thank you.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെയും തിരുകുടുംബനായകനായ യോസേഫിന്റെ മാധ്യസ്ഥ്യം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. നിങ്ങളെ മധ്യസ്ഥരെ
തിരുസഭ തന്നോടെ അനുഗ്രഹമാ മക്കളെ ദൈവം നൽകട്ടെ. നന്മ നിറഞ്ഞ കുടുംബത്തിൽ പ്രാർത്ഥന എന്നും ഉയരട്ടെ. ആവശ്യമേറത്തനുദിനവും സൗഹൃദ നിരയച്ചെന്നും നിങ്ങളുടെ ആശ പരീക്ഷകളെ ദൈവം പൂവണിക്കട്ടെ. സ്വർഗത്തിൽ തിരുവണവരയിൽ ദൈവത്തിനു സ്തുതി ബഹുമതിയും ആരാധനയും നൽകിടുവാൻ നിങ്ങൾ യോഗ്യത നേടട്ടെ. നവദമ്പതിമാർ നിങ്ങളെയും തിരുവെളിയിൽ ചേർന്നഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. When the night has come and the land is dark and the moon is the only light we'll see. No, I won't be afraid. No, I won't be afraid. Just as long as you stand by me. So darling, darling, stand by me. Oh, stand by me. Oh, stand by me. Stand by me. If the sky that we look upon should tumble and fall, or the mountain should crumble to the sea.
കനവായി നീ പതിവായി നീ എന്തേ പറയാൻ ഈ നേരം പോരയോ കണ്ണിൽ ഏതേതോ ലോകങ്ങൾ തേടിയോ വാതിൽ മെല്ലെ തുറന്നു വന്നതോ തമ്മിൽ അറിയുന്നൊരിമ്പമോ നീനവാകെ നിൻ തോന്നലോ നിലാവ് പോലിതാ നീ അതിലോലമാ രാഗമാ മനം നിറയുന്നതു നീ കാതിലായി ചൊല്ലിയ മന്ത്രം മാഞ്ഞിടുമോ കനവായി നീ പതിവായി നീ നറുചിരിയുടെ മിന്നായം കണ്ണോരം കണ്ടേ നദിയൊഴുകണ പോലാരോ പിന്നാലെ വന്നേ നടവഴിയുടെ ഓരങ്ങൾ പൂച്ചൂടാനെന്തേ കുടകരികിലെ തൂമഞ്ഞു കണ്ണൂരിൽ പെയ്തേ മനമാകയോ പുതുസൗരഭം പകരുന്നൊരാളതിലോലമായി വിരലോടിതാ വിരൽ ചേർക്കവേ അലിയുന്നു നാം പ്രണയാർദ്രമായി നറുചിരിയുടെ മിന്നായം കണ്ണോരം കണ്ടേ നദിയൊഴുകണ പോലാരോ പിന്നാലെ വന്നേ നടവഴിയുടെ ഓരങ്ങൾ പൂച്ചൂടാനെന്തേ കുടകരികിലെ തൂമഞ്ഞു കണ്ണൂരിൽ പെയ്തേ തണുവണിത്തെരുവിൽ തിനവയൽക്കരയിൽ ഇരുനിഴൽ ചേരും പോലെ പരിചിതമാകും പോലെ മൊഴിയിൽ നിറയും മധുര വിചാരം പല കഥ ചൊല്ലും പോലെ പരിമൃദുഗാനം പോലെ ഇരുളാകിലും നനവാകിലും ഹിമമൂടുവിൻ നിറദീപമേ ചെറുതാകിലും വലുതാകിലും ഇനി നിന്നിലാണെൻ ലോകമേ ഏതോ ഒരനുവാദം തേടി നീ എൻ്റെ തനുവോരം നിൽക്കേ ഞാൻ മെല്ലെ ഉരുകുന്നതെന്തേ
മാടം കാവിൽ കേൾക്കും പാട്ടും നീ പാവാടത്തുമ്പാൽ കുഞ്ഞിക്കൊലുസാൽ നീ തൊട്ടാൽ വാടാത്ത തൊട്ടാവാടി ആറ്റിൻ നെഞ്ചിൽ മുത്തുന്ന പൊന്മാനും കൂടെ മഞ്ചാടിക്കുരു നീ കണ്ണാരം പൊത്തും മിന്നാൻ എൻ്റെ കണ്ണായി മാറിയ പെണ്ണാണ് തുമ്പപ്പൂവും പൂക്കും തേന്മാവും വീശും കാറ്റും കൂടെ നീ പാവാടത്തുമ്പാൽ കുഞ്ഞിക്കൊലുസാൽ നീ തൊട്ടാൽ വാടാത്ത തൊട്ട